ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യനാണ്. അനലൈസ് ദ ഗ്രോത്ത് ഓഫ് മിലിറ്ററി സിസ്റ്റം ഇൻ ജപ്പാൻ. ജപ്പാനിലെ മിലിറ്ററി ഫാസിസത്തിൻ്റെ വളർച്ച വിശകലനം ചെയ്യുക. ഇവിടെ കോളനിവൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്ന ഒരേ ഒരു ഏഷ്യൻ രാജ്യമായിരുന്നു ജപ്പാൻ. അതായത് ജപ്പാനല്ലാത്ത മറ്റ് മുഴുവൻ ഏഷ്യൻ രാഷ്ട്രങ്ങളും കോളനിവൽക്കരണത്തിന്, യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനിവൽക്കരണത്തിന് ഇരയായിട്ടുണ്ട്. അതായത് എല്ലാ രാജ്യവും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കോളനി ആയിട്ടാണ് നിലനിന്നിരുന്നത്. എന്നാൽ ജപ്പാനെ ഒരു രാജ്യവും കോളനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജപ്പാൻ ചൈനയുമായി യുദ്ധം ചെയ്ത് ചൈനയെ പരാജയപ്പെടുത്തി. 1905 മഞ്ചൂറിയയും ജപ്പാന് കൈക്കലാക്കിയിട്ടുണ്ട്. അതായത് ചൈനയുടെ അടുത്ത പ്രദേശമാണ് മഞ്ചൂറിയ. അപ്പോൾ ഈ മഞ്ചൂറിയ എന്ന് പറയുന്ന പ്രദേശവും ജപ്പാൻ കീഴടക്കി അവരുടെ കൈവശമാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ജർമ്മനി കൈയടക്കി വച്ചിരുന്ന പലതും കൈയടക്കുവാൻ ജപ്പാന് അവസരം നൽകി. അതായത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജപ്പാനുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ യുദ്ധത്തിൽ ജർമ്മനിക്ക് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ജർമ്മനി കൈയടക്കി വച്ചിരുന്ന പല മേഖലകളും പല കോളനികളും പല പ്രദേശങ്ങളും ജപ്പാൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ ജപ്പാൻക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജപ്പാൻ സൈന്യം ഒരു പ്രധാന ശക്തിയായി മാറുകയും ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിൽ ജപ്പാൻ സൈനികപരമായിട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറി. ഇത് ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുകയും ദേശീയതക്കും സാമ്രാജ്യ വിപുലീകരണത്തിനും പ്രാധാന്യം നൽകുകയും ചെയ്തു. 50 വർഷത്തിനുള്ളിൽ ജപ്പാൻ സമാധാനപരമായ ഒരു രാജ്യം എന്ന അവസ്ഥയിൽ നിന്ന് മാറി ആക്രമണ രാഷ്ട്രമായി തീരുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭത്തിലെല്ലാം കോളനിവൽക്കരണത്തിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് സാമ്പത്തികപരമായിട്ട് വളരെ മുന്നിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ജപ്പാൻ. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം ഏകദേശം ഒരു 50 വർഷത്തിനുള്ളിൽ ജപ്പാൻ സമാധാനപരമായ രാജ്യം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒരു ആക്രമണ രാഷ്ട്രമായി തീരുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് 5-ാമത്തെ ക്വസ്റ്റ്യനാണ്. വൈ ഡിഡ് ദ വെസ്റ്റേൺ പവേഴ്സ് ഫോളോ എ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് ഡ്യൂറിങ് ദ 1930s? വാട്ട് വാസ് ഇറ്റ് എഫക്ട്സ് ഓൺ ഫാസിസ്റ്റ്? എന്തുകൊണ്ടാണ് 1930കളിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പ്രീണന നയം അവരുടെ വിദേശ നയമായി സ്വീകരിച്ചത്? ഫാസിസത്തിൻ്റെ മേൽ ഇത് എന്ത് ഫലമാണ് ഉണ്ടാക്കിയത്? 1930കളിൽ US, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഒരേ വിദേശ നയമാണ് സ്വീകരിച്ചത്. US, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഒരേ രീതിയിലുള്ള വിദേശ നയമാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതായത് ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. മറിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും വ്യാപനം തടയുക എന്നുള്ളതായിരുന്നു. പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വ്യാപനവും തടയുക എന്നുള്ളതാണ് ഈ രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഫാസിസ്റ്റ് വ്യാപനം ആരംഭിച്ചപ്പോൾ ഈ രാഷ്ട്രങ്ങൾ അതിനെ തടയുവാൻ വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചില്ല. പകരം അവർ ചെയ്തത് ഫാസിസം കമ്മ്യൂണിസത്തെ തകർക്കും എന്ന പ്രതീക്ഷയിൽ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രീണിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ഈ പ്ലാനിന് പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യവസായവൽക്കരണമായിരുന്നു. അപ്പോൾ വ്യവസായവൽക്കരണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് US, അതുപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ പ്രീണന നയം സ്വീകരിച്ചത്. ഈ കാലഘട്ടങ്ങളിൽ സോവിയറ്റ് റഷ്യ ഒരു പ്രധാന വ്യാവസായിക ശക്തിയായി
ആഗോളതലത്തിൽ മാറിക്കഴിഞ്ഞിരുന്നു. സോവിയറ്റ് റഷ്യ, യുദ്ധാനന്തര കാലത്തിന് ശേഷമുള്ള റഷ്യയാണ് സോവിയറ്റ് റഷ്യ. റഷ്യ ഈ ഒരു സമയത്ത് പ്രധാനപ്പെട്ട വ്യാവസായിക ശക്തിയായി ആഗോളതലത്തിൽ തന്നെ മാറിയിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള രാഷ്ട്രങ്ങളും ഈ ഒരു വ്യവസായവൽക്കരണത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്ത ആ രാഷ്ട്രങ്ങൾക്കും ഉണ്ടായത്. മുതലാളിത്ത സാമ്പത്തിക സംവിധാനം സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടമായിരുന്നു ഇത്. മുതലാളിത്ത സാമ്പത്തിക സംവിധാനം സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടമായിരുന്നു ഇത്. പല കോളനി രാഷ്ട്രങ്ങളും അവ സ്വതന്ത്രമായതിനു ശേഷം സോവിയറ്റ് മാതൃകയിലുള്ള സോഷ്യലിസ്റ്റ് സാമ്പത്തിക സംവിധാനമാണ് സ്വീകരിച്ച് പോന്നിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കോളനികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏഷ്യയിലെയും ധാരാളം രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കോളനിയായിട്ടാണ് നിന്നിരുന്നത്. ഇങ്ങനെ ഈ ഒരു കോളനിവൽക്കരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമായതിനു ശേഷം സോവിയറ്റ് റഷ്യ കൊണ്ടുവന്ന ഒരു സോഷ്യലിസ്റ്റ് സാമ്പത്തിക സംവിധാനമാണ് പല രാജ്യങ്ങളും സ്വീകരിച്ചു പോന്നിരുന്നത്. USA ഉൾപ്പെടെയുള്ള മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും സോവിയറ്റ് റഷ്യയെ 1933 വരെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. എന്നാൽ 1934 റഷ്യ സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമായി തീർന്നു. ഇതിന് ശേഷവും സോവിയറ്റ് റഷ്യക്കു നേരെയുള്ള ശത്രുത അമേരിക്ക, USA ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുടർന്നിരുന്നു. 1930കളിൽ ഫാസിസ്റ്റ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചപ്പോൾ സോവിയറ്റ് റഷ്യ മാത്രമാണ് ഇതിനെ കാര്യമായി എതിർത്തത്. 1930കളിൽ ഫാസിസ്റ്റ് പ്രക്ഷോഭങ്ങൾക്കെതിരെ സോവിയറ്റ് റഷ്യ മാത്രമാണ് എതിർത്തത്. സോവിയറ്റിൻ്റെ വളർച്ച തടയുകയായിരുന്നു ഫാസിസ്റ്റ് അനുഭാവികളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ വ്യവസായവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് USA, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ പ്രീണന നയം സ്വീകരിച്ചിരുന്നത്. ഇതിലൂടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വ്യാപനം തടയുന്നതുമാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. എക്സാമിൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ അമേരിക്ക. അമേരിക്കയിലെ വലിയ മാന്ദ്യത്തിന് നിദാനമായ ഘടകങ്ങൾ പരിശോധിക്കുക. ഇവിടെ 242ാമത്തെ പേജിൽ നോക്കൂട്ടോ, ആൻസർ നോക്കൂ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ഒരു പ്രധാന വികസനം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ അധികാര തകർച്ചയും അമേരിക്കയുടെ വളർച്ചയുമായിരുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ അധികാര തകർച്ചയുണ്ടായി, ഇതേ സമയം തന്നെ അമേരിക്കയുടെ വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. യുദ്ധം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സാമ്പത്തികതയെ തകിടം മറിച്ചിരുന്നു. അതായത് ഒന്നാം ലോക മഹായുദ്ധം വളരെ സാരമായിട്ട് അത്രയധികം ബാധിച്ചത് ആരെയാണ്? യൂറോപ്യൻ രാഷ്ട്രങ്ങളെയാണ്. അതുകൊണ്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സാമ്പത്തികമായിട്ട് വളരെയധികം തകിടം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം US സാമ്പത്തിക ശക്തിയായി മാറുകയാണ് ചെയ്തിരുന്നത്. കാരണം US ഈ സമയത്ത് യുദ്ധങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് US വളരെ വലിയ ശക്തിയായി മാറുകയും ചെയ്തു. യുദ്ധകാലഘട്ടത്തിലും വ്യാവസായിക വ്യാപനം തുടർന്നുകൊണ്ടിരുന്നു. ഈ യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളിലും US വ്യാവസായികപരമായിട്ടുള്ള വ്യാപനം നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദശവർഷക്കാലത്തിന് ശേഷം ശക്തമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ആരംഭിച്ചു. ഇതിന് ശേഷം ഒരു യുദ്ധങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷമാണ് അമേരിക്കയിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ അമേരിക്ക യുദ്ധം മൂലം തകരാറിലായ യൂറോപ്പിലേക്ക് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചു. അവരുടെ ഉൽപ്പാദനവും വിതരണവും ചോദനത്തിലുപരിയായപ്പോൾ കാർഷിക വിലയിൽ തകർച്ചയുണ്ടായി. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം ആകെ തകർന്നിരിക്കുകയാണ്.
ഈ സമയത്താണ് അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പാദനവും വർധനവും വളരെ അധികം ആയി. അതായത് ചോദനത്തിലുപരിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിലേറെ ധാരാളം ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ വിതരണവും നടന്നു. ആവശ്യക്കാരില്ലാത്തൊരു സാഹചര്യം വന്നു എന്നർത്ഥം. ഇതുകൊണ്ട് തന്നെ കാർഷിക വിലയിൽ തകർച്ചയുണ്ടായി. മാത്രമല്ല കയറ്റുമതിയിൽ വീഴ്ചയുണ്ടാവുകയും ഫാക്ടറി ഉൽപ്പാദനം മന്ദഗതിയിലാവുകയും ഗതാഗതവും വ്യവസായവും തകരുകയും ചെയ്തു. അപ്പോൾ ആവശ്യത്തിനേക്കാൾ കൂടുതലായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആവശ്യക്കാർ കമ്മിയായപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കയറ്റുമതിയിൽ വീഴ്ചയുണ്ടാകും. കയറ്റുമതി അധികം നടക്കുകയില്ല. കയറ്റുമതി നടക്കാത്തത് കൊണ്ട് തന്നെ ഫാക്ടറിയിലെ ഉൽപ്പാദനം മന്ദഗതിയിലായി. കൂടുതൽ ഉൽപ്പന്നങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി മാറി. ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ വന്നു. സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? പണമിടപാട് ഇല്ലാതെയാകും. പണത്തിൻ്റെ ഇടപാടുകൾ വാങ്ങൽ വിൽക്കലൊക്കെ സ്വാഭാവികമായിട്ടും കമ്മിയാകുമല്ലോ. ഇതേ രൂപത്തിൽ പണമിടപാടുകാരും ബാങ്കർമാരും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. 1929 വാൾ സ്ട്രീറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നതോടുകൂടെ ദശലക്ഷക്കണക്കിന് ഓഹരികൾ വിറ്റഴിഞ്ഞു. ധാരാളം ഓഹരികൾ എന്ത് ചെയ്തു? വിറ്റഴിഞ്ഞു. അങ്ങനെ ബാങ്കുകൾ, കമ്പനികൾ എന്നിവ തകർന്നു. സാമ്പത്തിക വ്യവസ്ഥയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായതോടുകൂടെ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലായി. അപ്പോൾ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും? അത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലായി മുഴുവൻ രാഷ്ട്രങ്ങളും. അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലായതോടുകൂടെ തന്നെ അത് മറ്റുള്ള രാജ്യങ്ങളിലേക്കും അത് ബാധിച്ചിരുന്നു. 1920കളിലെ സമൃദ്ധിക്കു പിന്നിൽ വിനാശകരമായിട്ടുള്ള പിഴവുകളുണ്ടായിരുന്നു. അതായത് വിളവുകളുടെ അമിതോൽപാദനത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിടിഞ്ഞു. ധാരാളമായിട്ട് എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുകയും എന്നാൽ ആവശ്യക്കാർ ഇല്ലാതെയാവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാകുക? കിട്ടിയ വിലക്ക് അതെന്ത് ചെയ്യും? വിറ്റുപോകും. അങ്ങനെയാണ് ഉൽപ്പന്നത്തിന് ധാരാളം ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെന്തുണ്ടാവുകയില്ല? വില ഉണ്ടാവുകയില്ല. വില ഇടിയുകയാണ് ചെയ്തത്. ഫാക്ടറികളിൽ നിന്നും ഒഴുകിയെത്തിയ ചരക്കുകൾ വാങ്ങിക്കൂട്ടുവാൻ തൊഴിലില്ലാത്ത ജനങ്ങൾക്ക് കഴിവുണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലിയില്ലാത്ത വരുമാനമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുക? അതുകൊണ്ട് തന്നെ തൊഴിലില്ലാത്ത ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ കഴിവുണ്ടായിരുന്നില്ല. ഇതേ സമയം സമ്പന്നരായ ആളുകൾ എന്താ ചെയ്തിരുന്നത്? അവർ ഓഹരികളും റിയൽ എസ്റ്റേറ്റുകളും വാങ്ങിക്കൂട്ടിയിരുന്നതിനാൽ അവരുടെ അടുക്കൽ പണം പ്രത്യുൽപാദനപരമല്ലാതെയായി. അതായത് അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന പണം കൊണ്ട് അവർ അസറ്റുകൾ വാങ്ങിക്കൂട്ടി. അസറ്റ് മീൻസ് ഓഹരികളും റിയൽ എസ്റ്റേറ്റുകളും വാങ്ങിക്കൂട്ടി. അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ട്? സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ ഷെയറുകളുണ്ട്, ഓഹരികളുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ ഉൽപ്പന്നം മേടിക്കുവാൻ അല്ലെങ്കിൽ ആവശ്യ വസ്തുക്കൾ, സാധനങ്ങൾ വാങ്ങുവാനുള്ള പണം അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം തന്നെ ഓഹരികളുടെ വിലയിടിഞ്ഞതോടുകൂടെ ഊഹക്കച്ചവടക്കാർ നിലം പരിശരായി. ആ ഓഹരി മേഖലയും വളരെയധികം വിലയിടിവ് ഉണ്ടായി. 1932 ആയപ്പോഴേക്കും അമേരിക്കക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. അപ്പോൾ ഇത്തരത്തിലാണ് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലെല്ലാം വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായിട്ട് ലാഭം ഉണ്ടാക്കിയ രാജ്യമായിരുന്നു അമേരിക്ക എങ്കിൽ ഏകദേശം ഒരു 50 വർഷത്തിന് ശേഷം വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് 243-ാമത്തെ പേജിൽ 7-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഹൗ സെക്കൻഡ് വേൾഡ് വാർ ബിക്കെയിം ഗ്ലോബൽ? എപ്രകാരമാണ് രണ്ടാം ലോക മഹായുദ്ധം ഒരു ആഗോള യുദ്ധമായി മാറിയത്? അതിന് വ്യത്യസ്ത രീതിയിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്.
ഈ കാരണങ്ങളാണ് ഈ ഒരു ഭാഗത്തിലൂടെ, ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയുന്നത് കേട്ടോ. ഇതിൽ ഒന്നാമത്തത് ആദ്യം രണ്ടാം ലോക മഹായുദ്ധം 243 പേജിൽ നോക്കൂ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രതീക്ഷിച്ചതുപോലെ ലോകത്ത് സമാധാനമോ അല്ലെങ്കിൽ ജനാധിപത്യമോ പുലർന്നില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിട്ടില്ല. 1939 സെപ്റ്റംബറിൽ കൂടുതൽ ഭീകരമായ മറ്റൊരു യുദ്ധത്തിലാണ് ഇത് പര്യവസാനിച്ചത്. അതായത് സാങ്കേതിക വിദ്യയെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തിയ രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തേക്കാൾ വളരെയധികം വിനാശകരമായിട്ടും, അതായത് ടെക്നോളജിപരമായിട്ട് സാങ്കേതികപരമായിട്ട് വലിയ യുദ്ധ സാമഗ്രികളെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിനിയോഗിച്ചിരുന്നു. ലോക ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ബോൾസായ് ഉടമ്പടി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഈ ഒരു ചാപ്റ്ററിൻ്റെ ആരംഭത്തിലൊക്കെ പറഞ്ഞതായിരുന്നു. ഒന്നാമത്തെ കാരണം ബോൾസായ് ഉടമ്പടിയാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ബോൾസായ് ഉടമ്പടിയായിരുന്നു. സഖ്യകക്ഷികൾ പ്രതികാര മനോഭാവത്തോടെയാണ് ബോൾസായ് ഉടമ്പടി ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. അതായത് ജർമ്മനിക്ക് വളരെ വലിയ ആഘാതം സൃഷ്ടിച്ച ഒരു ഉടമ്പടിയായിരുന്നു ബോൾസായ് ഉടമ്പടി. ഇതനുസരിച്ച് ആ രാജ്യത്തിൻ്റെ കോളനികളും ഭൂപ്രദേശങ്ങളും സഖ്യകക്ഷികൾ തട്ടിയെടുത്തു. മാത്രമല്ല ജർമ്മനിക്ക് മേൽ യുദ്ധക്കുറ്റം ചുമത്തുകയും ചെയ്തു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഈ ഒരു ഉടമ്പടി പ്രകാരം ജർമ്മനിയെ നിരായുധീകരിച്ചു. ഇത് ജർമ്മനിക്കാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തു. പിന്നീട് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ഒന്നൊന്നായി ലംഘിച്ചുകൊണ്ട് അവർ പ്രതികാര യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു കാരണമായിരുന്നു ബോൾസായ് ഉടമ്പടി. രണ്ടാമത്തതാണ് സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ. രണ്ടാമത്തെ കാരണം സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ. സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിലെ കിടമത്സരങ്ങളായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മറ്റൊരു കാരണം. അതായത് സാമ്രാജ്യത്വ ശക്തികൾ ആരൊക്കെയായിരുന്നു? ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഹോളണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഹോളണ്ട് തുടങ്ങിയ സാമ്രാജ്യത്വ ശക്തികളാണ് ലോകത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതുപോലെ തന്നെ കമ്പോളങ്ങളും കൈവശം വെച്ചിരുന്നത്. മിക്ക പ്രദേശങ്ങളും അല്ലെങ്കിൽ രാജ്യങ്ങളുമെല്ലാം ഇവരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ, ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലുകൾ ലഭ്യമാക്കുവാനും ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനും വേണ്ടി ധാരാളം കമ്പോളങ്ങളും ഇവരുടെ കീഴിൽ ഉണ്ടായിരുന്നു. എന്നാൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കോളനികളോ അതുപോലെ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് അവർ ആഗ്രഹിച്ചിരുന്ന രീതി അനുസരിച്ചുള്ള കോളനികളോ അല്ലെങ്കിൽ കമ്പോളങ്ങളോ മാർക്കറ്റുകളോ ഈ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു അസമത്വം സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു കടുത്ത രീതിയിലുള്ള സംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഹോളണ്ട് തുടങ്ങിയ സാമ്രാജ്യത്വ ശക്തികൾ ഒരു ഭാഗത്തും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ ഭാഗങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾ മറ്റൊരു ഭാഗത്തുമായി വലിയ എതിർപ്പിലായിരുന്നു. ഈ രാജ്യങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തിയും എതിർപ്പും ഉണ്ടായി. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സാമ്രാജ്യത്വമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല എന്ന ധാരണ അവർക്കിടയിൽ ശക്തിപ്പെടുകയും ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ രണ്ടാമത്തെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് അവർക്കൊരു സാമ്രാജ്യത്വം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യം അവരിൽ ഉയർന്നു വരികയും ഈ ഒരു കാര്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. ഇനി
മൂന്നാമത്തെ കാര്യമാണ് 1929 സാമ്പത്തിക മാന്ദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 1929-32 കാലഘട്ടത്തിൽ സാമ്പത്തിക തകർച്ചയാണ് യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. അതായത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി. ഉൽപാദനവും സമ്പദ് വ്യവസ്ഥയും തകർന്നു. വിദേശ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും കറൻസിയെ നിയന്ത്രിച്ചതും തങ്ങളുടെ ആഭ്യന്തര വിപണികളെ സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ ഓരോ രാജ്യവും ആരംഭിച്ചു. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ ടാക്സ് കൂട്ടി. അപ്പോൾ എന്ത് കിട്ടും? രാജ്യത്തിന് വരുമാനം ലഭിക്കുമല്ലോ. ഇത് അതുപോലെ തന്നെ കറൻസിയെ നിയന്ത്രിച്ചു. വിദേശത്തു നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള കറൻസികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതിനു വേണ്ടിയിട്ട് വ്യത്യസ്ത രീതികളിലൂടെ കറൻസിയെ ഓരോ രാജ്യങ്ങളും നിയന്ത്രിച്ചു. തങ്ങളുടെ ആഭ്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് രാജ്യത്തിന് അകത്തുള്ള വിപണികളെ സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ ഓരോ രാജ്യവും ആരംഭിച്ചു. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും ഇത് യുദ്ധത്തിലേക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നാലാമത്തെ കാര്യമാണ് ലീഗ് ഓഫ് നേഷൻ്റെ പരാജയം. അതായത് ലീഗ് ഓഫ് നേഷൻസിൻ്റെ പരാജയമായിരുന്നു യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. സമാധാനവും സുരക്ഷിതത്വവും പാലിക്കുവാനോ തർക്കങ്ങളും സംഘർഷങ്ങളും രമ്യമായി പരിഹരിക്കുവാനോ ഈ ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ. ഈ ലീഗ് ഓഫ് നേഷന് രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് സമാധാനവും സുരക്ഷിതത്വം പാലിക്കുവാനോ തർക്കങ്ങളും സംഘർഷങ്ങളും രമ്യമായി പരിഹരിക്കുവാനോ ഈ ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല. നിരായുധീകരണം കൊണ്ടുവരുവാനുള്ള അവരുടെ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ കാര്യമാണ് പ്രീണന നയം. 245 പേജിൽ അഞ്ചാമത്തെ കാര്യമാണ് പ്രീണന നയം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പിന്തുടർന്നു പോന്ന നയമായിരുന്നു പ്രീണന നയം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പിന്തുടർന്നു പോന്ന നയമായിരുന്നു പ്രീണന നയം. ആനുകൂല്യങ്ങൾ നൽകിയും വിട്ടുവീഴ്ചകൾ ചെയ്തും തർക്കങ്ങളെ ഒത്തുതീർപ്പിലെത്തുന്നതിനെയാണ് പ്രീണന നയം എന്ന് പറയുന്നത്. ആനുകൂല്യങ്ങൾ നൽകിയും വിട്ടുവീഴ്ചകൾ ചെയ്തും തർക്കങ്ങളെ ഒത്തുതീർപ്പിലെത്തിക്കുന്നതിനെയാണ് പ്രീണന നയം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നെവിലെ ചേംബർ ലെയ്നായിരുന്നു ഈ ഒരു പ്രീണന നയം കൊണ്ടുവന്ന നേതാവ്. പ്രീണന നയം പിന്തുടരുവാൻ ഇവരെ പ്രേരിപ്പിച്ചത് സോവിയറ്റ് വിരോധമായിരുന്നു. അതായത് ഈ മുന്നേറ്റം തടയുന്നതിന് ഫാസിസ്റ്റ് ആക്രമണങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചു. ഇവരുടെ പ്രീണന നയം അവരുടെ ദൗർബല്യമാണ് ഹിറ്റ്ലർ കണക്കാക്കിയിരുന്നത്. അതായത് ഈ ഒരു പ്രീണന നയം എന്നുള്ളത് അവരുടെ ദൗർബല്യമായിട്ടാണ് ഹിറ്റ്ലർ കണക്കാക്കിയത്. ഇത് കൂടുതൽ പ്രദേശങ്ങളെ ആക്രമിക്കുവാൻ ഹിറ്റ്ലറെ സഹായിച്ചു. ഈ ഒരു പ്രീണന നയവും രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം പ്രീണന നയമായിരുന്നു. ഇനി ആറാമത്തെ കാര്യമാണ് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഉയർച്ച. ഇറ്റലിയിലും ജർമ്മനിയിലും ഫാസിസത്തിനുണ്ടായിട്ടുള്ള വിജയം രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുണ്ട്, വഴിയൊരുക്കിയിട്ടുണ്ട്. അതായത് ഇറ്റലിയിലും ജർമ്മനിയിലുമായിട്ടാണ് ഫാസിസവും നാസിസവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും വിജയം രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. അതായത് ജർമ്മനിയിൽ ആരംഭിച്ച ആക്രമണ പരമ്പരകളാണ് അന്തിമമായി രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. ജർമ്മനിയിൽ ആരംഭിച്ച ആക്രമണ പരമ്പരകളാണ് അവസാനമായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കൂ, യുദ്ധത്തിലേക്ക്.
അതായത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഫാസിസ്റ്റ് ശക്തികളായിട്ടുള്ള ഇറ്റലിയും ജർമ്മനിയും അവരുടെ കൂട്ടാളിയായ ജപ്പാനും യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഒരു ആക്രമണ പരമ്പര തന്നെ ആരംഭിച്ചു. അതായത് ഇവർ ഒരു ടീമായിരുന്നു. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഇവരായിരുന്നു ഒരു ടീം, ഒരു സാമ്രാജ്യ ശക്തികൾ. ഇവർ യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലുമായിട്ട് ധാരാളം ആക്രമണങ്ങൾ നടത്തി. ഇതിൽ ആദ്യത്തേതായിരുന്നു ജപ്പാൻ്റെ മഞ്ചൂറിയൻ ആക്രമണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജപ്പാൻ മഞ്ചൂറിയയെ ആക്രമിച്ചു, കീഴ്പ്പെടുത്തി. പിന്നീട് ഹിറ്റ്ലർ ആസ്ട്രിയയെ ആക്രമിച്ചു. ഹിറ്റ്ലർ ജർമ്മനി ആരെയാണ് ആക്രമിച്ചത്? ആസ്ട്രിയയെ ആക്രമിച്ചു. ഹിറ്റ്ലർ ആസ്ട്രിയയെ ആക്രമിച്ചു. അതിനുശേഷം ചെക്കോസ്ലാവാക്യയായിരുന്നു ഹിറ്റ്ലറുടെ അടുത്ത ലക്ഷ്യം. ചെക്കോസ്ലാവാക്യയെ ആക്രമിച്ചു. എന്നാൽ ഈ ഒരു യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട്, ചെക്കോസ്ലാവാക്യയുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും ശ്രമിച്ചു. ഇതിനു വേണ്ടിയിട്ട് ഹിറ്റ്ലർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ നൽകി. നമ്മൾ പ്രീണന നയം എന്ന് പറയാമല്ലോ, പണം മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, യുദ്ധം ഒഴിവാക്കുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ഹിറ്റ്ലർക്ക് ആനുകൂല്യങ്ങൾ നൽകി. മ്യൂണിച്ച് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. മ്യൂണിച്ച് ഉടമ്പടി എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ്, കരാർ മൂലം ചെക്കോസ്ലാവാക്യയുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കുന്നതിലേക്ക് ഹിറ്റ്ലർ സമ്മതിച്ചു. എന്നാൽ പിന്നീട് ഹിറ്റ്ലർ ചെക്കോസ്ലാവാക്യ മുഴുവൻ പിടിച്ചടക്കുകയും ഇതിനെ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും പ്രീണന നയം ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത്. ഇനി ജർമ്മനിയുടെ അടുത്ത ഇര പോളണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ആക്രമിക്കുന്നത് ആരെയാണ്? പോളണ്ടിനെയാണ് ആക്രമിക്കുന്നത്. എന്നാൽ ജർമ്മനിയിൽ നിന്ന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പോളണ്ടിനെ സഹായിക്കാമെന്ന് ബ്രിട്ടനും ഫ്രാൻസും വാഗ്ദാനം നൽകിയിരുന്നു. ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുകയാണെങ്കിൽ ഫ്രാൻസും ബ്രിട്ടനും പോളണ്ടിന് സഹായം നൽകുമോ എന്ന് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ പോളണ്ട് ആക്രമണത്തിലൂടെ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോളണ്ടിനെ ആക്രമിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ആരംഭിക്കുവാൻ കാരണമായിട്ടുണ്ട്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. വർഷം ഓർത്തു വെക്കണം, 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. പോളണ്ടുകാർ ജർമ്മനിയുടെ ഒരു റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു എന്നാണ് ഹിറ്റ്ലർ കാരണം പറഞ്ഞിരുന്നത്, ന്യായീകരിച്ചിരുന്നത്. പോളണ്ടുകാർ ജർമ്മനിയുടെ ഒരു റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചുവെന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഹിറ്റ്ലർ തൻ്റെ ആക്രമണത്തെ ന്യായീകരിച്ചത്. ഇതോടുകൂടെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. നേരത്തെ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രാൻസും ബ്രിട്ടനും പോളണ്ടിനെ സഹായിക്കാമെന്ന് പറഞ്ഞു. അത് പ്രകാരം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞ് ഫ്രാൻസിന്മേൽ ജർമ്മനി നേടിയ വിജയം യുദ്ധത്തിലെ ആദ്യത്തെ വഴിത്തിരിവായിരുന്നു. ആദ്യ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ജർമ്മനി ഫ്രാൻസിന്മേൽ വിജയം നേടി. അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയ ശേഷം ജർമ്മനി ബ്രിട്ടനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ജർമ്മനിയുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. എന്നാൽ ജർമ്മനിയുടെ ഈ ഒരു ലക്ഷ്യത്തെ ബ്രിട്ടൻ തൻ്റെ വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതെയാക്കി. അതായത് വ്യോമാക്രമണത്തിലൂടെ ജർമ്മനിയെ ആക്രമിക്കുകയും അവരുടെ ബ്രിട്ടനെ പരാജയപ്പെടുത്തുക എന്നുള്ള വലിയ ലക്ഷ്യം ഇല്ലാതെയാക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ 1940 ഇറ്റലി ജർമ്മനിയുടെ പക്ഷം ചേർന്നുകൊണ്ട് യുദ്ധത്തിൽ പ്രവേശിച്ചു. ഇറ്റലിയും ജർമ്മനിയും കൂടെ ഒന്നിച്ചുകൊണ്ട് ബ്രിട്ടനെതിരെ ഒരു യുദ്ധം ആരംഭിച്ചു. അതിനുശേഷം റഷ്യയെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടെ റഷ്യ യുദ്ധത്തിൽ വിജയിക്കുകയാണ് ചെയ്തത്. ഇതേ സമയം എന്ത് ചെയ്തു? റഷ്യയും ബ്രിട്ടനും ഒന്നിച്ചു ഒരു ടീമായി കൊണ്ട് ഇറ്റലിയെയും ജർമ്മനിയെയും ആക്രമിക്കുകയാണ് ചെയ്തത്.
ഇനി ഇതിലെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തികൾ എന്ന് പറയുന്നത് 2 വിഭാഗമായിരുന്നു. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഇവർ ഒരു വിഭാഗമായിരുന്നു, ഒരു സാമ്രാജ്യത്വ ശക്തികളായിരുന്നു. അതുപോലെ തന്നെ ഒരു ടീമായിരുന്നു അവർ. അതുപോലെ ബ്രിട്ടന്, ഫ്രാൻസ്, ചൈന, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക ഇവർ ഒരു സഖ്യ ശക്തികളായിരുന്നു, ഒരു വിഭാഗമായിരുന്നു കേട്ടോ. ഇനി 1941 ജപ്പാൻ യുദ്ധത്തിൽ പ്രവേശിച്ചു. ഒരു ആക്രമണോത്സുകമായ വിദേശ നയമാണ് ജപ്പാന് പിന്തുടർന്ന് പോന്നിരുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ഉണ്ടായിരുന്നില്ല. 2-ാം ലോക മഹായുദ്ധത്തിലേക്കാണ് ജപ്പാന് കയറുന്നത്, അല്ലെങ്കിൽ ജപ്പാൻ വരുന്നത്. ജപ്പാൻ്റെ നയം അമേരിക്കയുമായി ഏറ്റുമുട്ടുന്നതിന് ഇടയാക്കി. അതായത് ഇതിനുള്ള കാരണം 1941 ഡിസംബർ 7 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക സങ്കേതമായിട്ടുള്ള പോൾ ഹാർബറിൽ ജപ്പാൻ അപ്രതീക്ഷിതമായൊരു ബോംബാക്രമണം നടത്തി. അപ്പോൾ അമേരിക്കയുടെ നാവിക സങ്കേതമായിട്ടുള്ള പോൾ ഹാർബറിൽ ജപ്പാന് ഒരു ബോംബാക്രമണം നടത്തി. എന്നാൽ ഇവിടെ പോൾ ഹാർബർ ആക്രമിക്കുവാനുള്ള ജപ്പാൻ്റെ തീരുമാനം വലിയ ഒരു തെറ്റായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ അറിയപ്പെടുന്നുണ്ട്. അതിനുള്ളൊരു കാരണം അമേരിക്ക നിഷ്പക്ഷതാ നയമാണ് അനുവർത്തിച്ചു പോന്നിരുന്നത്. അതായത് ഏതെങ്കിലും ഒരു ശക്തികളുടെ അടുത്ത് ചേരാതെ ഒരു നിഷ്പക്ഷമായിട്ടാണ് അമേരിക്ക പ്രവർത്തിച്ചിരുന്നത്. നിഷ്പക്ഷതാ നയം അനുവർത്തിച്ചു പോന്നിരുന്ന അമേരിക്കയെ യുദ്ധരംഗത്തേക്ക് കൊണ്ടുവന്നത് ഈ ആക്രമണമാണ്, ഈ ഒരു പോൾ ഹാർബർ ആക്രമണമാണ്. 1941 ഡിസംബർ 8 അമേരിക്ക ജപ്പാനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് ചേർന്നു. അപ്പോൾ അമേരിക്ക യുദ്ധത്തിലേക്ക് ചേരുകയാണ്. ആദ്യം യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? ജപ്പാനോടാണ്. എന്നാൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗം നടത്തി. നമുക്കൊക്കെ അറിയാമല്ലോ, ചെറിയ ക്ലാസ് മുതലേ കേട്ട് വരുന്നതാണ് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആറ്റം ബോംബ് വർഷം. ഇത് ജപ്പാൻക്ക് എതിരായിട്ട് അമേരിക്ക 2-ാം ലോക മഹായുദ്ധത്തിൽ നടത്തിയ വലിയൊരു ആക്രമണമാണ്. ചരിത്രത്തിലെ തന്നെ മറക്കുവാൻ പറ്റാത്ത വലിയൊരു ആക്രമണമാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലുമായിട്ട് അമേരിക്കയുടെ ആറ്റം ബോംബ് പ്രയോഗം. ഈ 2 നഗരങ്ങളും പരിപൂർണമായിട്ട് വെന്തെരിഞ്ഞു. ഇതിനിടയിൽ ഇറ്റലിയെയും ജർമ്മനിയെയും സഖ്യശക്തികൾ പരാജയപ്പെടുത്തി. അങ്ങനെ 1945 ഓഗസ്റ്റ് 14 ജപ്പാൻ കീഴടങ്ങിയതോടുകൂടെ 2-ാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് കാരണമായിട്ടുള്ള യുദ്ധത്തിന് കാരണമായ സംഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ വിശദീകരിച്ചത്. ഇനി നെക്സ്റ്റ് പറയുന്നത് 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു. ഒന്നാമത്തത് മരണവും നാശനഷ്ടങ്ങളും. മരണവും നാശനഷ്ടങ്ങളും, അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് മരണവും നാശനഷ്ടങ്ങളും. രണ്ടാമത്തത് അഭയാർത്ഥി പ്രവാഹം. അഭയാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ സഹായത്തിൽ ജീവിക്കേണ്ട അവസ്ഥ വന്നവരെയാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറി. രണ്ടാമത്തത് അഭയാർത്ഥി പ്രവാഹം. മൂന്നാമത്തത് വൻ ശക്തികളുടെ പതനം. വലിയ സാമ്രാജ്യത്വ ശക്തികൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. വൻ ശക്തികളുടെ പതനം. മൂന്നാമത്തത് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഉയർച്ച. സാമ്പത്തികപരമായിട്ടൊക്കെ അമേരിക്ക വളർന്നു, ഉയർച്ചയിലേക്കെത്തി. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും വലിയ വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അപകോളനീകരണവും മൂന്നാം ലോകവും. അപകോളനീകരണവും മൂന്നാം ലോകവും, അതായത്
ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വ ശക്തികളെല്ലാം അവരുടെ കോളനികളെ ഉപേക്ഷിച്ചു. പ്രത്യേകിച്ച് ഒരു വരുമാനവും ഇല്ലാതെ പലരും ബാധ്യതയായപ്പോൾ എന്ത് ചെയ്തു, ഈ കോളനികളെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു മൂന്നാം ലോകം എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. ഇനി ഒന്നു മുതൽ ആരംഭിക്കേണ്ട അവസ്ഥ. മിക്ക രാജ്യങ്ങളും സാമ്പത്തികപരമായിട്ട് വളരെ വലിയ തകർച്ചയിലായിരുന്നു. ഇനി ആദ്യം തൊട്ടിട്ട് എന്ത് ചെയ്യണം, സാമ്പത്തികപരമായിട്ട് വളർന്നു വരണം. ആ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപകോളനീകരണവും മൂന്നാം ലോകവും. നെക്സ്റ്റ്, ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ച. ഇറ്റലിയിലും അതുപോലെ തന്നെ ജർമ്മനിയുമെല്ലാം ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർന്നടിഞ്ഞു. ഇനി നെക്സ്റ്റ്, ശീതസമരത്തിൻ്റെ വളർച്ച. ശീതസമരത്തെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ശീതസമരത്തിൻ്റെ വളർച്ച. ഇനി ലാസ്റ്റ് വൺ, ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം. അതായത് രാജ്യങ്ങൾക്കിടയിൽ ഒരു സമാധാനം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ തമ്മിൽ എല്ലാ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചു. അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫാസിസം. ഫാസിസത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. വലതുപക്ഷ സ്വഭാവമുള്ള സ്വേച്ഛാധിപത്യ വ്യവസ്ഥകളെയാണ് പൊതുവെ ഫാസിസം എന്ന് വിളിക്കുന്നത്. വലതുപക്ഷ സ്വഭാവമുള്ള സ്വേച്ഛാധിപത്യ വ്യവസ്ഥകളെയാണ് ഫാസിസം എന്ന് വിളിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിലാണ് ഫാസിസം പ്രസ്ഥാനങ്ങൾ മുഖ്യമായും ഉയർന്നു വന്നത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഫാസിസം വളരെ വലിയ രീതിയിൽ വളർന്നു വന്നത്. അതിനാൽ ഈ ഒരു കാലഘട്ടത്തെ ചരിത്രകാരന്മാർ ഫാസിസ്റ്റ് യുഗമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. 1919 ടു 1939 വരെയുള്ള കാലഘട്ടത്തെയാണ് ഫാസിസ്റ്റ് യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അനേകം രാജ്യങ്ങളിൽ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ജർമ്മനിയിലും ഇറ്റലിയിലുമെല്ലാം ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചപ്പോൾ അത് വിജയം കണ്ടത് മൂലം മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വ്യാപിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ മാത്രമാണ് ഫാസിസ്റ്റ് പ്രസ്ഥാനം വിജയം കൈവരിച്ചിട്ടുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിലൊന്നും ഒരു വലിയതായ രീതിയിൽ വിജയം കൈവരിക്കുവാൻ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇനി ഫാസിസത്തിൻ്റെ തത്വങ്ങളാണ് പറയുന്നത്. ഫാസിസം ജനാധിപത്യ വിരുദ്ധമായിരുന്നു. ഫാസിസം സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും എതിരായിരുന്നു. പിന്നെ മൂന്നാമത്തത് യുക്തിവാദത്തെ നിരാകരിച്ചു. ഫാസിസം യുക്തിവാദത്തെ നിരാകരിച്ചു. നാലാമത്തത് രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു. ഫാസിസം രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു. അഞ്ചാമത്തത് കറകളഞ്ഞ സ്വേച്ഛാധിപത്യമാണ് അതിൻ്റെ മുഖമുദ്ര. സ്വേച്ഛാധിപത്യം രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് വൺ, ഫാസിസം സമാധാന വിരുദ്ധമായിരുന്നു. അതായത് യുദ്ധത്തെ മഹത്വവൽക്കരിച്ചു. ഏത് സമയവും നമ്മൾ എന്ത് ചെയ്യണം? ആക്രമണം നടത്തണം. ആക്രമണത്തിലൂടെ മാത്രമേ നമുക്ക് എല്ലാം നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് എന്നുള്ള സിദ്ധാന്തങ്ങളൊക്കെയായിരുന്നു ഹിറ്റ്ലറും മുസോളിനിയൊക്കെ മുന്നോട്ട് വച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാസിസത്തിൻ്റെ തത്വങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെനിറ്റോ മുസോളിനിയുടെ കീഴിലാണ് ഇറ്റലിയിൽ ഫാസിസം വളർന്നു വന്നത്. ഇറ്റലിയിലെ ആരായിരുന്നു? മുസോളിനിയാണ്. മുസോളിനിയിൽ ഫാസിസം കൊണ്ടുവന്നത് ആരാണ്? മുസോളിനിയാണ്. ഇറ്റലിയിൽ മുസോളിനി, മറക്കരുത് കേട്ടോ. ഇറ്റലിയിൽ മുസോളിനിയാണ് ഫാസിസം കൊണ്ടുവന്നത്. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് യുദ്ധാനന്തര കാലത്തെ നിരാശയും മോഹഭംഗവും. യുദ്ധാനന്തര കാലത്തെ നിരാശയും മോഹഭംഗവും. ഇവിടെ യുദ്ധത്തിന് ശേഷം
വളരെ നിരാശാജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. കാരണം സഖ്യശക്തികളോടൊപ്പം ഇറ്റലി യുദ്ധത്തിൽ ചേർന്നത് കോളനികൾ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു. ഇറ്റലിയുടെ കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷികളുമായിട്ട് ചേർന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കോളനികൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ചേർന്നത്. എന്നാൽ യുദ്ധത്തിന് ശേഷം യുദ്ധം മുതൽ പങ്കുവച്ചപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ചെറിയ പങ്ക് മാത്രമാണ് ഇറ്റലിക്ക് ലഭിച്ചത്. അപ്പോൾ വളരെ കുറഞ്ഞ പങ്ക് മാത്രമേ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കോളനികൾ മാത്രമേ ഇറ്റലിക്ക് ലഭിച്ചുള്ളൂ. അവർ പ്രതീക്ഷിച്ച അത്രത്തോളം ഇറ്റലിക്ക് ലഭിച്ചില്ല. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് വളരുവാൻ ഫാസിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം യുദ്ധാനന്തര കാലത്തെ നിരാശയും മോഹഭംഗവും. രണ്ടാമത്തത് സാമ്പത്തിക പ്രതിസന്ധികൾ. രണ്ടാമത്തെ കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ. ഒന്നാം ലോക മഹായുദ്ധം ഇറ്റലിയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ഇറ്റലിയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. വ്യവസായങ്ങൾ സ്തംഭിക്കുകയും അതുമൂലം തൊഴിലില്ലായ്മ പടർന്നു പിടിക്കുകയും ചെയ്തു. വ്യവസായങ്ങൾ സ്തംഭിച്ചു, തൊഴിലില്ലായ്മ വർദ്ധിച്ചു. യുദ്ധത്തിൽ മുറിവേറ്റ സൈനികർക്ക് ലഭിക്കേണ്ട പെൻഷൻ പോലും കുടിശ്ശികയായി. യുദ്ധത്തിലെ മുറിവേറ്റ സൈനികർക്കുള്ള പെൻഷൻ പോലും കൊടുക്കുവാൻ സാധിച്ചില്ല. അതുപോലും കുടിശ്ശികയായി കിടക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രാജ്യത്ത് കലാപങ്ങൾ വ്യാപകമായി ഉണ്ടായി. ഈ പരിതസ്ഥിതി പുറത്തെടുത്തുകൊണ്ട് ഈ ഒരു പരിതസ്ഥിതികൾ ഫാസിസത്തിന് വളരുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ. മൂന്നാമത്തെ കാരണമാണ് പാർലമെൻ്ററി വ്യവസ്ഥയുടെ തകർച്ച. മൂന്നാമത്തത് പാർലമെൻ്ററി വ്യവസ്ഥയുടെ തകർച്ച. പാർലമെൻ്ററി വ്യവസ്ഥയുടെ തകർച്ചയാണ് ഇറ്റലിയിൽ ഫാസിസത്തിന് അന്തിമ വിജയമേകിയത്. യുദ്ധാനന്തര കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ തന്നെ സ്തംഭനാവസ്ഥയിലാക്കി. അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പോലും കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇറ്റലിയിലെ പാർലമെൻ്ററി വ്യവസ്ഥകളെല്ലാം പ്രതിസന്ധിയിലായി. പാർലമെൻ്ററി വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വെറുപ്പും അവിശ്വാസവും മുതലെടുത്തുകൊണ്ട് ഫാസിസ്റ്റുകൾക്ക് വളരുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങളാണ് ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇറ്റലിയിൽ വളരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി നെക്സ്റ്റ് മുസോളിനിയെക്കുറിച്ച് പറയുകയാണ്. 1883 മുതൽ 1945 വരെയുള്ള കാലഘട്ടമാണ് മുസോളിനിയുടെ കാലഘട്ടം. ഇറ്റലിയിലെ ഫാസിസ്റ്റ് വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നു ബെനിറ്റോ മുസോളിനി. 1883 ഒരു കൊല്ലപ്പണിക്കാരൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ശേഷം അദ്ദേഹം ഒരു അധ്യാപകനാവുകയാണ് ചെയ്തത്. അധ്യാപകനായി ജീവിതം ആരംഭിച്ചു. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് നിരീശ്വരവാദിയായിരുന്നു. ഒരു സോഷ്യലിസ്റ്റും നിരീശ്വരവാദിയുമായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു സോഷ്യലിസ്റ്റും നിരീശ്വരവാദിയുമായിരുന്നു. രാജവാഴ്ചയോട് അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. മുസോളിനി ഒരു അവസരവാദിയായിരുന്നു മുസോളിനി. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് ഇറ്റലി നിഷ്പക്ഷത പാലിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വാദം എന്തായിരുന്നു? ഇറ്റലി നിഷ്പക്ഷത പാലിക്കണമെന്നായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി. ഇറ്റലി സഖ്യകക്ഷികളോടൊപ്പം അല്ലെങ്കിൽ സഖ്യശക്തികളോടൊപ്പം യുദ്ധത്തിൽ ചേരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് അദ്ദേഹത്തിനെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം അദ്ദേഹം കുറച്ചു കാലം സൈനിക സേവനമനുഷ്ഠിച്ചു. താമസിയാതെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. അങ്ങനെ 1919 മുസോളിനി മിലാനിൽ വെച്ചുകൊണ്ട് ഒരു ഫാസിസ്റ്റ് സംഘടന രൂപീകരിച്ചു. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയും രൂപീകരിച്ചു. 1919 തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും നേടാനാവാതെയാണ് ഫാസിസ്റ്റുകൾ വളരെ ദയനീയമായി അവർ പരാജയപ്പെട്ടു. എന്നാൽ 1921 മുസോളിനി ദേശീയ ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു.
ആ കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ കേവലം 35 സീറ്റുകൾ മാത്രമാണ് ഫാസിസ്റ്റുകൾക്ക് വിജയിക്കുവാൻ സാധിച്ചുള്ളൂ. ഇതിന് ശേഷം ബലപ്രയോഗത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുവാനുള്ള ശ്രമം മുസോളിനി നടത്തി. ഇതിനെ തുടർന്ന് 1922 ഒക്ടോബർ 24 മുസോളിനി അദ്ദേഹത്തിൻ്റെ പാർട്ടി സംഘങ്ങളെയും കൂട്ടിക്കൊണ്ട് റോമിലേക്ക് വലിയ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തി അധികാരം നേടുക എന്നുള്ളതായിരുന്നു ആ ഒരു മാർച്ചിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇതേ സമയം ഗവൺമെൻറ് മാർച്ചിനെ അടിച്ചമർത്തുന്നതിന് പകരമായിട്ട് ഫാസിസ്റ്റുകൾക്ക് ഗവൺമെൻറ് കീഴടങ്ങുകയാണ് ചെയ്തത്. ഒക്ടോബർ 29 പുതിയൊരു ഗവൺമെൻറ് രൂപീകരിക്കുവാൻ വേണ്ടി മുസോളിനിയെ രാജാവ് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു യുദ്ധമോ ഒരു തുള്ളി ചോര പോലും ചിന്താതെ ചരിത്രത്തിലെ ആദ്യ ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയായി മുസോളിനി അധികാരത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ അധികാരം ലഭിച്ചതോടുകൂടെ മുസോളിനി തൻ്റെ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സൈന്യമായിട്ടുള്ള വിഭാഗമായിട്ടുള്ള കരിങ്കുപ്പായക്കാരെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യമൊട്ടാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് മുസോളിനി 1924 തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റ് പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കരിങ്കുപ്പായക്കാർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. താമസിയാതെ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും മറ്റു രാഷ്ട്രീയ പ്രതിയോഗികളെയും അവർ സംഘടിതമായി വകവരുത്തി. അതായത് മുസോളിനിയുടെ സ്വേച്ഛാധിപത്യ ഭരണം ഇവിടെ ആരംഭിച്ചു. അതോടുകൂടി ശത്രുക്കളായിട്ടുള്ളവരും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളെയെല്ലാം ഇവർ വകവരുത്തി. മുസോളിനി അദ്ദേഹത്തോട് കൂറു പുലർത്തുന്ന 20,000 അംഗങ്ങളുള്ള ഒരു ഫാസിസ്റ്റ് സൈന്യത്തെ രൂപീകരിച്ചു. എന്നിട്ട് ഒരു സ്ഥിര സൈന്യത്തെ വിപുലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ ഇതിന് ശേഷം അദ്ദേഹം രാജാവിൻ്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി. മന്ത്രിമാരെ നിയമിക്കുവാനും പിരിച്ചുവിടുവാനുള്ള അധികാരം പോലും രാജാവിന് നഷ്ടമായി. അതായത് രാജാവിൻ്റെ കീഴിൽ വരുന്ന മന്ത്രിമാരെ പോലും നിയമിച്ചിരുന്നത് മുസോളിനിയായിരുന്നു. അവരെ പിരിച്ചുവിടുവാനുള്ള അധികാരം പോലും രാജാവിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇറ്റലിയെ ഒരു പോലീസ് രാഷ്ട്രമാക്കി മുസോളിനി മാറ്റി. ആരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുവാനും തടവിലാക്കുവാനുമുള്ള അധികാരം പോലീസുകാർക്ക് നൽകി. സോഷ്യലിസ്റ്റ് തൊഴിലാളി സംഘടനകളെ നിരോധിച്ചു. അങ്ങനെ ഇറ്റലിയുടെ മുഴുവൻ അധികാരവും മുസോളിനിയുടെ കീഴിലായി. അത്തരത്തിൽ വലിയ ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് മുസോളിനി ഇറ്റലിയിൽ നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. എല്ലാം കൃത്യമായിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. പരീക്ഷയ്ക്ക് നന്നായി എഴുതി നല്ല മാർക്ക് മേടിക്കണം. ഓക്കെ, ശരി.